ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പൂച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, അതായത് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ചെടിച്ചട്ടിയാണ്. നമുക്ക് വീട്ടിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 രൂപയ്ക്ക് നമുക്കൊരു ചട്ടി ഉണ്ടാക്കാനുള്ള ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് വീട്ടിൽ മകനാണ് ചട്ടി ഉണ്ടാക്കാറ്. അപ്പോൾ ആ ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 ചട്ടി വേണം. അതായത് ഒരു ചട്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ചട്ടിയും കൂടെ വേണം. അങ്ങനെ 2 ചട്ടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ചട്ടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ചാല് പോലെയുണ്ട്. അപ്പോൾ അതൊക്കെ പേപ്പർ വെച്ച് അടച്ചതാണ്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ സിമെൻറ്റിൻ്റെ മിക്സിങ് കയറും. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ചട്ടി നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം നമുക്ക് ചട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചട്ടിയുടെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന സൈസിലുള്ള ചട്ടിയാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി മേടിക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കിയ പാത്രങ്ങൾ എന്തെങ്കിലും അതായാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്യുന്ന കാണിക്കുക. സാൻഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3:2 എന്നുള്ള അനുപാതത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. 2 എന്നുള്ളത് 1.5 സിമൻറ്റ് എടുത്താലും മതി. അപ്പോൾ 3:2 ആണ്. 3 ചട്ടുകം മണലും സാൻഡും 2 ചട്ടുകം സിമെൻറ്റുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ചട്ടി ഞങ്ങൾ കുറേ എണ്ണം ഉണ്ടാക്കിയതുകൊണ്ട് കറക്റ്റാണ് ഞങ്ങളുടെ ഈ അളവ്. നമ്മുടെ ഈ ഒരു ചെറിയ ചട്ടിയുടെ സൈസിന് കറക്റ്റായിട്ടുള്ള അളവാണ്. 3 ചട്ടുകം സാൻഡും 2 ചട്ടുകം സിമെൻറ്റും. അപ്പോൾ ഈ സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല ലൂസായിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു ചട്ടി ഉണ്ടാക്കാനുള്ള അളവാണ് കേട്ടോ ഇത് ഈ പറയുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ടാണ് കേട്ടോ സിമെൻറ്റ് ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ളത്. സിമെൻറ്റും സാൻഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് വളരെ ലൂസായിട്ടാണ് ഇതിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു ചട്ടിയിൽ നമ്മുടെ ഈ മിക്സിങ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ചട്ടി ഇറക്കി വെക്കുകയാണ്. അങ്ങനെ ആ ചട്ടി ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ അടിയിലിരിക്കുന്ന സിമെൻറ്റൊക്കെ മുകളിലേക്ക് വരണം. അപ്പോൾ അത്ര ലൂസായിട്ടിരിക്കണം. ഇതാണ് ഇപ്പോൾ 2 ചട്ടിയുടെ ഈ ചട്ടിയുടെ ഉൾഭാഗത്തും നമ്മുടെ ഈ നീല കളർ ചട്ടിയുടെ പുറം ഭാഗത്തുമാണ് നമ്മൾ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഓയിലുകളോ, നമ്മളിപ്പോൾ പപ്പടം കാച്ചിയതും പിന്നെ അങ്ങനെ മത്സ്യം വറുത്തതോ അതിൻ്റെയൊക്കെ ബാക്കി ഉണ്ടാവുന്ന ഓയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്, വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ അത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നമ്മൾ ഇതിനായിട്ട് വേറെ ഓയിൽ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതെ കളയുന്ന ഓയിലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുരട്ടി കൊടുത്താൽ അത് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കണം. എന്നാലേ നമ്മുടെ ചട്ടി നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ചട്ടിയുടെ ഇറക്കി വയ്ക്കുന്ന ചട്ടിയുടെ ഉൾഭാഗത്തും പുറം ഭാഗത്തും നമ്മുടെ ഈ ചട്ടിയുടെ ഉൾഭാഗത്ത് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ദ്വാരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സിമെൻറ്റ് പുറത്തേക്ക് ഇറങ്ങി പോകണ്ടെന്ന് കരുതിയിട്ട് അവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് കഷ്ണം വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ദ്വാരങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ സിമെൻറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ മിക്സ് നമ്മുടെ ഈ ചട്ടിയുടെ ഹാഫ് ഭാഗം മാത്രം മതി. ഹാഫ് ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ ചട്ടി അതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പൊങ്ങി വരും സൈഡിലൂടെ. പിന്നെ ഈ ചട്ടിയാണ് ഇതിൽ ഇറക്കി വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ചട്ടിയിൽ 4 ഹോളുണ്ട്. അപ്പോൾ 4 ഹോള് നമുക്ക് ചട്ടിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 4 കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കണം. അപ്പോൾ 4 കമ്പ് ഈ ഹോൾസിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചട്ടിയുടെ താഴേക്ക് ഇറങ്ങിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ സിമെൻറ്റിൻ്റെ മിക്സിങ്ങിൽ ഇത് മുട്ടിയിരിക്കണം. ഈ ചട്ടിയിലേക്ക് കുറച്ച് മണൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെയിറ്റിന് വേണ്ടിയിട്ടാണ്, ചട്ടി നന്നായിട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടി. ഇനി ഇത് നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ ഇറങ്ങി ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ നമ്മുടെ സിമെൻറ്റിൻ്റെ മണലും കൂടെ മിക്സിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് സൈഡിലൂടെ.
ഇനി ഇത് നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വെയിറ്റ് എടുത്ത് വയ്ക്കണം ഇതിൻ്റെ മുകളിൽ. ഇപ്പോൾ സൈഡിലൂടെയൊക്കെ നമ്മുടെ ഈ കോട്ടിങ് സിമെൻറ്റിൻ്റെ മിക്സിങ് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വെയിറ്റും കൂടി ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് പൊങ്ങി വരും. അപ്പോൾ നമുക്കതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല വെയിറ്റ് വെച്ച് കൊടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് ചട്ടി വരുള്ളൂ. അപ്പോൾ നല്ല വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കരിങ്കല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ എല്ലാ ഭാഗവും ഒന്ന് ചട്ടുകം കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഷേപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലും കൂടെ ഈ മിക്സിങ് ഒഴിക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് വേറൊരു മോൾഡാണ്, നമ്മൾ സ്ഥിരം വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാൻ 4 ഹോൾസ് ഉണ്ട്. അപ്പോൾ അത്ര ചെറിയ ചട്ടിയല്ല, അപ്പോൾ 4 ഹോൾസ് വേണ്ടാന്ന് കരുതിയിട്ട് ഒരു ഹോൾ അടച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഒരു ഹോളിൻ്റെ അടിഭാഗത്ത് സെലോ ടൈപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ചെറിയ ചട്ടിക്ക് ഇത്രയും ഹോള് വേണ്ട എന്നുള്ളതുകൊണ്ട് അടച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഹോളിലേ കമ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ കമ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. കമ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ചട്ടി ഇങ്ങനെ പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ഇങ്ങനെ മരത്തിൻ്റെ കമ്പ് എന്തെങ്കിലും വെച്ചാൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സൈഡിലൂടെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. വെയിറ്റ് വെച്ചു, അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ വെയിറ്റ് വെച്ചു. സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചട്ടീൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഓയിൽ പുരട്ടണം കേട്ടോ. ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് 12 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇളക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാറുള്ളൂ. എന്നാൽ നമുക്ക് പൊട്ടാണ്ട് ചട്ടി അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ വെയിറ്റൊക്കെ എടുത്ത് മാറ്റി ഇനിയിപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. ഇങ്ങനെയുള്ള പരന്ന ചട്ടുകം പോലുള്ള എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് അടർത്തി കൊടുക്കുക. ഇന്ന് സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. ഒരു ദിവസം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഇത് എടുക്കുന്നത് ചട്ടി. പിന്നെ ഇതിലെ മണലൊക്കെ കളയുന്നുണ്ട് കേട്ടോ, വെയിറ്റിന് വേണ്ടി വെച്ച മണൽ കളയുന്നുണ്ട്. ഇനി ആ കമ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. കമ്പ് കുറച്ചൊരു ടൈറ്റായിട്ടിരിക്കും കേട്ടോ ഈ കമ്പൊക്കെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വലിച്ചെടുത്തു. 24 മണിക്കൂർ കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും ചട്ടി. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കി ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി. അപ്പോൾ നല്ല ചട്ടി നല്ല ഫിനിഷിങ് കിട്ടും. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടർത്തി കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് അടർത്തുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അതാ നമ്മുടെ ചട്ടിയുടെ ഉൾഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഈ ചട്ടിയിൽ ഒട്ടും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കടലാസ് ആ ചട്ടിയുടെ വക്ക് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ മിക്സിങ് സിമെൻറ്റ് മിക്സിങ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പുറം ഭാഗം കൂടെ അടർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മണലോ എന്തെങ്കിലും നിറച്ചു കൊടുക്കാം. മണലോ മണ്ണോ എന്തെങ്കിലും ഈ ചട്ടിയിൽ നിറച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചട്ടി വിണ്ടുപോകും നമ്മൾ മറച്ചെടുക്കുമ്പോൾ, കമിഴ്ത്തിയെടുക്കുമ്പോൾ. ഇത് നന്നാക്കി ഫ്ലാറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പരന്ന ടൈപ്പുള്ള പലകയോ ടൈലോ എന്തെങ്കിലും വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടി നേരെ ഓപ്പോസിറ്റ് കമിഴ്ത്തി എടുക്കുക. അപ്പോൾ അത് കമിഴ്ത്തി എടുത്തിട്ടുണ്ട്. ഈ നന്നായി ഒന്ന് എല്ലാ ഭാഗവും തട്ടി കൊടുക്കുക. തട്ടി കൊടുത്തു. ഇനി ഒരു ചെറിയ കമ്പോ എന്തെങ്കിലും ഇട്ട് ഇതിനിടയിൽ ആ ഹോൾസ് ഇല്ലേ, 4 ഹോൾസ് ഉണ്ട്. ആ ഹോളിൻ്റെ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ചെറിയൊരു കമ്പിയോ എന്തെങ്കിലും ഇട്ടിട്ട് ആ ഹോളിലൂടെ ഇട്ട് നമുക്ക് വലിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കമ്പി ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ചട്ടി പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് അടർന്ന് കിട്ടും. ഇതാ നമ്മുടെ ചട്ടി നല്ല ഫിനിഷിംഗ് ഉണ്ട് ചട്ടി. ഇപ്പം നമ്മളിതിൻ്റെ മുകളിൽ ഇനി സിമെൻറ്റ് ഗ്രൗട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും ഫിനിഷിങ്ങിലാണ് ഈ ചട്ടി ഉള്ളത്. പിന്നെ നമ്മൾ അടിഭാഗത്ത് വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അത്, പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ കഷ്ണമാണത്. അതെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഹോൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് ഹോളൊക്കെ ഒന്ന്
ആ കമ്പി ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ ഹോളൊക്കെ റെഡി ആയിട്ടുണ്ട്. 4 ഹോളുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചട്ടിയുടെ സൈഡ് ഭാഗം ഒന്ന് ഫിനിഷിങ് തോന്നുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാ ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ചട്ടിയും കൂടെ എടുക്കുക അതേപോലെ തന്നെ. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ മുകൾ ഭാഗത്തെ ചട്ടി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഇറത്തിയെടുക്കാൻ പറ്റും. അതാണ് നല്ലത്. മറ്റേത് 5-6 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും കൂടെ അടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന പഴയ പാത്രങ്ങൾ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ അത് ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കണ ചട്ടി വേണമെന്നുള്ളൂ നമുക്ക്. അപ്പോൾ ഇതാ ഇതിൽ 3 ഹോളുള്ളൂ. നമ്മളൊരു ഹോൾ അടച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഒന്ന് മണലോ മണ്ണോ എന്തെങ്കിലും നിറച്ചിട്ട് അതിന് ശേഷം ഒരു പലക വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടൈലിൻ്റെ കഷ്ണമാണ് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടി കമിഴ്ത്തിയെടുക്കുക. ഈ ചട്ടിയുടെ അടിഭാഗത്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കടലാസാണ്. അതും കൂടെ എടുത്ത് മാറ്റുന്നുണ്ട്. അത് ഞങ്ങളുടെ ചട്ടിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഹോൾ ഉള്ളതുകൊണ്ടാണ് ഇത് വെച്ചത്. ചട്ടിയുടെ അടിഭാഗത്ത് ഹോളില്ലാത്തതാണെങ്കിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. നേരിട്ട ചട്ടിയിലേക്ക് ഒഴിച്ചാൽ മതി. ഇതടർത്തി മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ചട്ടിയുടെ ഹോളും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇതിവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഉൾഭാഗത്ത് കൂടെ നോക്കാം. അപ്പോൾ അതാ ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇതിലൂടെ ഒന്ന് ഈ കമ്പി ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാ അപ്പോൾ അതാ ഹോൾ റെഡി ആയിട്ടുണ്ട്. ഹോൾസൊക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ചട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ചട്ടി ഒരു 2-3 ദിവസം വെള്ളത്തിൽ ഇറക്കി വെക്കണം. അപ്പോൾ നല്ല ഉറപ്പുണ്ടാവും ചട്ടിക്ക്. പിന്നെ ഇത് ഒരിക്കലും പൊട്ടില്ല. അപ്പോൾ ഒരു 3 ദിവസം ഞങ്ങളത് വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്. എന്തെങ്കിലും പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു 3 ദിവസം വെള്ളത്തിൽ വെച്ചതിന് ശേഷം അത് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. അതിന് ശേഷം നമുക്കത് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് 3 ദിവസത്തിന് ശേഷം ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ചട്ടിക്ക് അടിക്കാവുന്ന പെയിൻറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ചട്ടി. അപ്പോൾ ആ പെയിൻറ്റ് വാങ്ങിയതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള കളർ വാങ്ങിക്കാം. എന്നിട്ട് നമുക്കത് വെള്ളത്തിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായി ചട്ടി ഉണങ്ങിയതിന് ശേഷം ഒരു 2 കോട്ട് നമ്മൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ചട്ടികളാണ്. ഇതേപോലെ ഈ വലിയ ചട്ടി ഇതേപോലെ തന്നെ വേറൊരു മോൾഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചട്ടിയാണ്. അപ്പോൾ ചട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.